നിലമ്പൂര് അവസാന ദിവസങ്ങളിൽ അടക്കം ഉണ്ടായിരുന്നു. ഇവിടെ ആര്യാടൻ പറഞ്ഞതുപോലെ 7 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി. ഇത് UDF-ന് ഏകപക്ഷീയമായ ലീഡുള്ള സ്ഥലമല്ല, പക്ഷേ UDF-ന് എഡ്ജുള്ള സ്ഥലമാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം പ്ലസ് UDF ആണ്. അപ്പുറത്ത് വളരെ പോസിറ്റീവായിട്ടൊരു സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അതോടുകൂടി മത്സരം ഏറെക്കുറെ അപ്രവചനീയമായി മാറുന്നു. അതിന്റെ ഫലശ്രുതി എന്താണ് എന്നാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. ഇപ്പോൾ വഴിക്കടവിൽ നിന്ന് എണ്ണിത്തുടങ്ങി അമരമ്പലത്ത് അവസാനിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്. അതായത് നമ്മളൊരു ഫോട്ടോ ഫിനിഷാണ്. ഒരു 20-20 മത്സരം നമ്മൾ കാണുകയാണ് എന്ന് വിചാരിക്കുക. അതിന്റെ അവസാന ഓവറിൽ ഫലം വരും എന്ന് പറയുന്നത് എം സ്വരാജ് വിജയിക്കാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. തള്ളിക്കളയുന്നില്ല. വിജയിക്കും എന്ന സാധ്യതയുണ്ട്. UDF നേതാക്കൾ രാവിലെ സംസാരിക്കുമ്പോൾ 15,000 വോട്ടിന് AP കുമാർ പറയുന്നു. ഉറപ്പായും ജയിക്കും, എല്ലാ പഞ്ചായത്തും ലീഡ് ചെയ്യുന്നു പ്രതീക്ഷിക്കുമെന്ന് പറയുന്നു. UDF-ന്റെ കണക്കനുസരിച്ച് അവർ അമരമ്പലവും കരുളായും ഒഴികെയുള്ള ബാക്കി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ലീഡ് ചെയ്യും എന്നുള്ളതാണ് UDF-ന്റെ ഇപ്പോഴുള്ള അനുമാനം. LDF-നെ സംബന്ധിച്ച് വഴിക്കടവിലും മൂത്തയിടത്തും UDF ലീഡ് എടുക്കും എന്ന് LDF-ഉം സമ്മതിക്കുന്നുണ്ട്. അതേസമയം എടക്കരയിലും പോത്തുകലിലും വളരെ ക്ലോസ് ആയിരിക്കും എന്ന് LDF കാണുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി, കരുളായി, അമരമ്പലം, ഈ മൂന്നിടത്തെ ലീഡ് കൊണ്ട് ജയിക്കാം, ഒരു 2000 വോട്ടിന് ജയിക്കാമെന്നുള്ളതാണ് LDF. നിലമ്പൂരിൽ കഴിഞ്ഞ തവണ 1500-ൽ പരം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു LDF-ന്. ഓർക്കുക, ഈ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം വോട്ടുള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ്. കഴിഞ്ഞാൽ ഉടനെ കൂടുതൽ വോട്ട് പോൾ ചെയ്തു. അതായത് 31,017 വോട്ടാണ് ഇത്തവണ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്തത്. വഴിക്കടവിൽ 29,000 ചില്ലറ വോട്ടുമാണ്. അതായത് 29,000 വോട്ടുള്ള വഴിക്കടവ് ആദ്യം എണ്ണുന്നു. മധ്യഭാഗത്ത് ഏറെക്കുറെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നിലമ്പൂർ എണ്ണുന്നു. വഴിക്കടവിൽ വലിയ ലീഡിലേക്ക് UDF-ന് പോകാൻ കഴിയുന്നില്ല. മൂത്തേടത്ത് നേരത്തെയുള്ള വലിയ ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തുമ്പോഴും കരുളായിലേക്ക് എത്തുമ്പോഴും പിന്നെ അമരമ്പലം ഫിനിഷ് ചെയ്യുമ്പോഴും സ്വരാജിന് ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അതിൽ നമ്മൾ കാണേണ്ടത് നിലമ്പൂർ നഗരസഭ മലപ്പുറം ജില്ലയിലെ നഗരസഭകളിൽ LDF ആധികാരികമായി ഭരിക്കുന്ന നഗരസഭയാണ് നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയിലെ കക്ഷിനില നോക്കിയാൽ LDF 23, UDF 9, BJP 1 എന്നുള്ളതാണ്. അതായത് വലിയ ഭൂരിപക്ഷത്തിന് LDF ഭരിക്കുന്ന നഗരസഭയാണ് നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയാണ് ഈ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഏറ്റവും വലുത്. അതിൽ തന്നെ 31,017 വോട്ട് പോൾ ചെയ്തിരിക്കുന്നു. ഈ 31,017 വോട്ടിൽ ആധികാരികമായ ലീഡ് ഉണ്ടാവുമെന്നാണ് LDF പറയുന്നത്. അതേസമയം ഷൗക്കത്ത് ഭരിച്ച നഗരസഭ വീടിരിക്കുന്ന നിലമ്പൂർ നഗരത്തിന്റെ മധ്യഭാഗത്താണ് ഷൗക്കത്തിന്റെ വീടിരിക്കുന്നത്. ഞാൻ ഈ ഷൗക്കത്തിന്റെ പ്രചരണ യോഗത്തിൽ ഷൗക്കത്തിന്റെ കൂടെ പോയപ്പോ മൈക്കെടുത്തിട്ട്, എടാ ഹംസേ, നീ ഞാനും പണ്ട് സ്കൂളിൽ പഠിച്ചത് ഈ മട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ മാത്രം ആളെ പേരെടുത്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് നിലമ്പൂർ നഗരസഭ രാഷ്ട്രീയമായി LDF-ന് ലീഡുള്ള സ്ഥലമാണെങ്കിലും വ്യക്തിപരമായി ഒരു തരത്തിൽ കഴിയുന്ന തുറന്നിട്ട വീടാണ്. ഇപ്പോൾ ആര്യൻ ഷൗക്കത്തിന്റെ പ്രതികരണം എടുക്കാൻ പോയപ്പോൾ നിറച്ച ആളാണ്. വീടിനകത്ത് പോയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തത്. നേരത്തെ മാതൃഭൂമി ന്യൂസിന്റെ തുടക്കകാലത്ത് ആര്യാടൻ മുഹമ്മദിന്റെ പ്രതികരണം എടുക്കാനും അവിടെ പോയി. അന്ന് അദ്ദേഹം അവിടുത്തെ തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് ആര്യൻ ഷൗക്കത്ത്. ആ ചരിത്രത്തിലേക്ക് വരാം. ഇപ്പോൾ കളക്ടറുടെ ഒരു പ്രതികരണം വരുന്നു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് മനസ്സിലാവുന്നത് കേൾക്കാം. കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. 19 റൗണ്ടായിട്ടാണ് EVM കൗണ്ട് ചെയ്യുന്നത്. EVM കൗണ്ട് ചെയ്യുന്നതിന് 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി 4 ടേബിളുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ഫലസൂചനകൾ എത്ര മണിയോടെ അറിയാൻ കഴിയും? 8:30 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ, ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിത്തുടങ്ങും. 10 മിനിറ്റിന് ശേഷം EVM മെഷീനുകൾ എണ്ണിത്തുടങ്ങും. 8:10 കൂടി മെഷീനുകൾ എണ്ണിത്തുടങ്ങും. 8 മണിക്ക് മാത്രമേ ആരംഭിക്കൂ. EVM കൗണ്ടിങ് ആരംഭിക്കും.